ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഇർഷാദ് ഖാൻ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സെറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്നും നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ്. സെറ്റ് എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ മാറ്റി പഠിച്ചുകൊണ്ടിരുന്നവർ വീണ്ടും പഠിക്കുന്നുണ്ട്. ഇതുവരെ പഠിക്കാതിരുന്നവർക്ക് ഒരവസരം കൂടിയാണ് ഈ ഡേറ്റ് നീട്ടൽ, ഡേറ്റ് എക്സ്റ്റൻഷൻ എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഫിസിക്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 120 മാർക്കിൻ്റെ കടൽ പോലെ കിടക്കുന്ന സിലബസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അതൊക്കെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റ് കിട്ടും എന്ന് പറഞ്ഞു തരാനായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പം വേറൊന്നുമല്ല, നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് നമ്മളുടെ മാത്തമാറ്റിക്കൽ ഫിസിക്സിലെ സ്പെഷ്യൽ ഫങ്ഷൻ എന്ന് പറയുന്ന ഭാഗം അല്ലേ. അതിൻ്റെ അകത്ത് ഹെർമൈറ്റ് ഉണ്ട്, ലാഗുറ ഉണ്ട്, ലെജൻഡർ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ ഓർത്തോഗണാലിറ്റി റിലേഷൻ, നമ്മുടെ ബെസൽസ് ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്, ഗാമ ഫംഗ്ഷൻ ഉണ്ട്, ബീറ്റ ഫംഗ്ഷൻ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മാത്തമാറ്റിക്സിൽ 1-2 മാർക്ക്, 1 to 2 മാർക്ക് നമുക്ക് വേണ്ടത് എത്രയാണ്? 48 മാർക്കാണ് ഫിസിക്സിന്റെ പേപ്പർ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടത്. OBC-കാർക്ക് 42, ജനറലുകാർക്ക് 48. ഇതാണ് കണ്ടീഷൻ. അപ്പം ഇത്രയും പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് 2-3 മാർക്ക് നമുക്ക് ഉറപ്പായിട്ട് കിട്ടുന്ന ഒരു മേഖലയാണ്. അത് കഴിഞ്ഞിട്ട് കോംപ്ലക്സ് അനാലിസിസ് ആണ്. അവിടെ കോഷി റെസിഡ്യൂ തിയറം ഉണ്ട്, അതുപോലെ കോണ്ടൂർ ഇന്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, കോഷി റൈമാൻ ഇക്വേഷൻ ഉണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വെക്ടർ അനാലിസിസ്, മെട്രിക്സ് ഒക്കെ അവിടെ വരുന്നുണ്ട്. റാങ്ക് ഓഫ് മെട്രിക്സ് കാണാൻ മറന്നു പോകരുത്. ആ ഭാഗം നോക്കിയാൽ നമുക്ക് കിട്ടും മാർക്ക്. ഇനി നമ്മൾ പെട്ടെന്ന് വരികയാണെങ്കിൽ അടുത്ത ഭാഗമാണ് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിൽ നമ്മൾ +1 +2 കാലഘട്ടത്തിൽ പഠിച്ച ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഗോസ് ഇക്വേഷൻ, ഗോസിന്റെ ആപ്ലിക്കേഷൻ, അങ്ങനെയൊക്കെ വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ. അതുകൂടാതെ മാക്സ്വെൽസ് ഇക്വേഷൻ, മാക്സ്വെല്ലിന്റെ കണ്ടീഷൻസ്, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്, അതുപോലെ ബൗണ്ടറി കണ്ടീഷൻ, പോയിന്റിംഗ് വെക്ടർ, അതുപോലെ എന്താണ് ഐസോട്രോപിക് അനൈസോട്രോപിക് മീഡിയയിലുള്ള അതിന്റെ പ്രൊപ്പഗേഷൻസ്, ഗോജ് ട്രാൻസ്ഫോർമേഷൻ, കൂളം ഗേജും ഉണ്ട്, ലോറൻസ് ഗേജും ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിൽ നമ്മൾ നോക്കേണ്ട ഭാഗമാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി. ഇത് കൂടാതെ ആംബിയർ സർക്യൂട്ടൽ ലോ ഉണ്ട്, ഗോസ് ലോ ഉണ്ട്. അങ്ങനെ വരുന്ന പ്രധാനപ്പെട്ട തിയറംസ് ഉണ്ട്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഉണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ഉണ്ട്, ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ഉണ്ട്. അതെങ്ങനെയാണ് നമ്മുടെ ഡിസ്റ്റൻസുമായിട്ട് വേരി ചെയ്യുന്നത്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രം മതി. ഇനി നമ്മൾ എന്താണ് ക്ലാസിക്കൽ മെക്കാനിക്സിലേക്ക് വരികയാണെങ്കിൽ, ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ അകത്ത് ലഗ്രാഞ്ചിനും ഹാമിൽട്ടോണിനും വിട്ടുള്ള ഒരു കളിയില്ല. ലഗ്രാഞ്ചൻ ഹാമിൽട്ടോൺ ഫോർമുലേഷൻ ആണ്. ലഗ്രാഞ്ചിനിൽ നിന്ന് ഹാമിൽട്ടോൺ കണ്ടുപിടിക്കാനുള്ള ഭാഗമുണ്ട്. ആ ഭാഗങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് സ്കോറബിൾ ആണ്. കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉണ്ട്. പിന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ജനറലൈസ്ഡ് മൊമെന്റ, അങ്ങനെയുള്ള ജനറലൈസ്ഡ് കോർഡിനേറ്റ്, അങ്ങനെയുള്ള ബേസിക് കോൺസെപ്റ്റുകളിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു മേഖലയാണ് ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഓരോന്നിൻ്റെയും ഡയമെൻഷൻ, കീ ആയിട്ടുള്ള ടേംസുകൾ, ജനറലൈസ്ഡ് ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താണ്, അതുപോലെ തന്നെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്, ജനറലൈസ്ഡ് മൊമെന്റ തുടങ്ങിയവയുടെ ഡയമെൻഷൻസ് നോക്കണം. ഹാമിൽട്ടോണിയനിൽ എന്താണ് കൺസർവ്ഡ് ആയിട്ടുള്ളത്, ഹാമിൽട്ടോണിയനിൽ എന്താണ് നമ്മൾ കോർഡിനേറ്റ് ആയിട്ട് എടുക്കുന്നത്, അതുപോലെ തന്നെ ലഗ്രാഞ്ചിയനിൽ എന്താണ് നമ്മൾ എടുക്കുന്നത്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ അറിഞ്ഞിരിക്കണം. ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് തെർമോഡൈനാമിക്സിന്റെ അകത്ത് മാക്സ്വെൽസ് ഇക്വേഷൻ ഉണ്ട്, ഫേസ് ട്രാൻസിഷൻ ഉണ്ട്. ഫേസ് ട്രാൻസിഷൻ വരുമ്പോൾ നമ്മൾ ശരിക്കും എന്താണ് പഠിക്കുന്നത്? നമ്മൾ അവിടെ പഠിക്കുന്നത് ഫെർമിയോൺസിന്റെ ഫേസ് ട്രാൻസിഷൻ ആണ് പഠിക്കുന്നത്, ഫെർമിയോൺ ഗ്യാസിൻ്റെത്. ഇനി എൻസെമ്പിള്, 3 ടൈപ്പ് ഓഫ് എൻസെമ്പിൾ ഉണ്ട്. ബേസിക്കലി അത് തന്നെയാണ് നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ അകത്ത്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിന്റെ അകത്ത് വരുന്നത്, തെർമോഡൈനാമിക്സിന്റെ അകത്ത്. ഇനി ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് പോയി കഴിഞ്ഞാൽ ബോസ് ഐൻസ്റ്റീൻ പാർട്ടിക്കിൾ പറയുന്നുണ്ട്, ഫെർമി ഡിറാക്ക് പറയുന്നുണ്ട്, ക്ലാസിക്കൽ പാർട്ടിക്കിൾസിന്റെ പറയുന്നുണ്ട്, അതുപോലെ ഫെർമി എനർജി, ഫെർമി ടെമ്പറേച്ചർ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ നമുക്ക് വരുന്നത്. ഇനി സോളിഡ് സ്റ്റേറ്റ് ആൻഡ് സ്പെക്ട്രോസ്കോപ്പിയിലേക്ക് പോയി കഴിഞ്ഞാൽ ക്രിസ്റ്റൽ സ്ട്രക്ചർ, ബ്രാവിയസ് ലാറ്റിസ്, മില്ലർ ഇൻഡിസസ്, ബ്രാഗ്സ് ലോ ഡെഫിനിറ്റ് ക്വസ്റ്റ്യൻ ഏരിയ ആണ്. അതുപോലെ റെസിപ്രോക്കൽ ലാറ്റിസ്, സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്ന ഭാഗം,
അതും ഡെഫിനറ്റ് ആയിട്ട് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ ഒരു 5 മാർക്ക് വരെ സ്കോർ ചെയ്യാനുള്ള സാധനമുണ്ട് ഇപ്പോൾ ഇവിടെ ബോർഡിൽ കാണിച്ചിരിക്കുന്ന മാത്രം. ഇനി നമ്മൾ നമ്മുടെ ആറ്റോമിക് ആൻഡ് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് സെലക്ഷൻ റൂളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടെ നിന്ന് നമുക്ക് വേണ്ട കണ്ടീഷൻസ്, പ്രത്യേകിച്ച് അവിടെ ഇക്വേഷൻസ്, റൊട്ടേഷണൽ കോൺസ്റ്റന്റിന്റെ ഇക്വേഷൻസ് B = സംതിങ് h/8πIc എന്നൊക്കെ പറയുന്ന ഇക്വേഷൻസ്, അങ്ങനെയുള്ള ഇക്വേഷൻസ് ഒക്കെ അവിടെ കാണാതെ പഠിച്ചിട്ട് വേണം പോകേണ്ടത്. ആൻഡ് ഇത്രയുമാണ് നമുക്ക് 30 ദിവസം കൊണ്ട് സെറ്റ് നേടാനുള്ള, ഫിസിക്സിന്റെ സെറ്റ് നേടാനുള്ള കുറച്ച് ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പം നമുക്കൊരു 30-day ഓൺഗോയിങ് ക്രാഷ് ബാച്ച് നമുക്കിപ്പോൾ ഓൺഗോയിങ് ആണ്. അപ്പോൾ ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ 9746455514 എന്ന് പറയുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ കമന്റ് ചെയ്യുക, നമുക്ക് തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. CC ഓണം, നല്ലോണം പഠിച്ചോണം.